ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന സീരിയലിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശാല് അവളെ അങ്ങനെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, യമുനയോട് പറയുകയാണ്, നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്തായാലും ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ആ തോട്ടം നിന്റെ പേര് നിങ്ങൾക്ക് തിരിച്ചു മേടിച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അതിന് തെളിവായിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പം വേണം വായു എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് നീ തിരികെ വാങ്ങി തന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നോട് ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉറപ്പായും ദേഷ്യപ്പെടും, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, അച്ഛനല്ലേ ദേഷ്യപ്പെടട്ടെ എന്നിങ്ങനെ പറയുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി അച്ഛനെ വെറുപ്പിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലുത് നീയാണ് ഈ ലോകത്ത് എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങനെ വിശ്വസിപ്പിച്ച് അവളുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് ഈ വിശാല്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ദൂരം മാറി നിൽക്കുന്ന അവളുടെ കൂട്ടുകാരി ഇത് കാണുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവളെയും കൊണ്ട് കാറിൽ അങ്ങനെ യാത്ര ചെയ്യുകയാണ് വിശാൽ. അങ്ങനെ കാറിൽ യാത്ര ചെയ്ത് കുറേ ദൂരം പോയതിന് ശേഷം പുറകെയായിട്ട് 2 വീലറിൽ ഇവൻ്റെ 2 കൂട്ടുകാരന്മാരും വരുന്നുണ്ട്. അപ്പോൾ വിശാൽ കാണുന്നുണ്ട് അവർ വരുന്നത്, പക്ഷെ യമുന അത് അറിയുന്നില്ല. അങ്ങനെ അവർ പോവുകയാണ്. എന്നിട്ട് നീ ഇപ്പം എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കുറച്ച് പേര് അവിടേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ യമുനയെയും കൊണ്ട് പോകുന്നത് നമ്മുടെ വിശാൽ. അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷം ഒരു പഴയൊരു വീട് പോലെ അവിടെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ കൂട്ടുകാരന്മാരും യമുനയെ കാണാതെ മതിൽ ചാടിയൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗ അവിടെ ഇരുന്ന് തുന്നുകയാണ്. അതുപോലെ തന്നെ ശാരദ അവളെ കാണാതെ വിഷമിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ക്ലോക്കിലേക്ക് സമയം നോക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയും നോക്കിയിട്ട് മനസ്സിൽ കരുതുകയാണ്, 4:45 യമുന ഇതുവരെയും വന്നില്ലല്ലോ എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ യമുനയുടെ ചേച്ചിമാർ, അതായത് ഗംഗയും കാവേരിയും കൂടിയിട്ട് യമുനയെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കോളേജിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഒടുവിൽ അവളുടെ കൂട്ടുകാരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചേച്ചിക്ക് വീട് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ, മോളുടെ അമ്മ എൻ്റെ കയ്യിലാണ് തയ്ക്കാൻ തരാറ് തുണികൾ, അതുകൊണ്ട് അങ്ങനെ നമ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചതാണ് അമ്മയെ എന്ന് പറയുമ്പോൾ, ആ ശരി ചേച്ചി കയറിയിരിക്കാനൊക്കെ പറയുമ്പോൾ, സമയമില്ല മോളെ, യമുനയെ പറ്റി, യമുന വന്നില്ലല്ലോ വീട്ടിൽ, എന്താണ് കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവൾ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ചേച്ചി, അവൾക്ക് പ്രൊജക്റ്റ് അവൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ടാണെന്നാണ്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചിമാർക്കൊന്നും തോന്നരുത്, ആ വിശാലിനെയും ആ ഉച്ചയ്ക്ക് ശേഷം ആ കോളേജിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്നും പോരുകയാണ്. അതേ സമയത്ത് ഈ യമുനയും കൊണ്ടുപോയ യമുനയും വിശാൽ ഒരു റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം യമുനക്ക് ടെൻഷൻ ആവുന്നുണ്ട്. യമുന അങ്ങനെ പുറത്തേക്ക് നോക്കിക്കാണ്, നീ പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ, ഇനിയിപ്പോൾ ആരും വരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം, എനിക്ക് വീട്ടിലോട്ട് പോകണം വിശാലെ എന്ന് പറയുകയാണ്. നിനക്ക് വീട്ടിലോട്ട് പോകണമെന്ന്, നിന്നെ ഇനി വീട്ടിലോട്ട് ഇവിടെ നിന്ന് ആരും പുറത്തേക്കും പോകുന്നില്ല, ഇവിടേക്ക് ആരും വരുന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചത്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ പറ്റിച്ച് നേടിയെടുത്ത തോട്ടം നിനക്ക് ഞാൻ തിരിച്ചു തരുമെന്നും, നീ അത് മോഹിക്കേണ്ടടി, നീ അത് വിഡ്ഢി ആയതുകൊണ്ടാണ് നീ അത് വിശ്വസിച്ചത്, ഒരിക്കലും നിനക്കത് കിട്ടാൻ പോകുന്നില്ല, നിനക്ക് നിന്റെ അച്ഛൻ വലുതല്ലേ, അതുപോലെ തന്നെയല്ലേ എല്ലാവർക്കും, എനിക്കും എൻ്റെ അച്ഛൻ വലുത് തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല എന്ന് വിശാൽ പറയുന്നത് കേൾക്കുമ്പോൾ യമുന പറയുന്നുണ്ട്, എടാ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ഉറപ്പായിട്ടും നിന്നെ ചതിക്കുകയാണ്, എനിക്ക് പ്രാന്താണോ, എനിക്കുള്ള സ്നേഹമൊക്കെ ഞാൻ വെറുതെ ആയിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് പോകണം എൻ്റെ വീട്ടിലോട്ട്, ഇപ്പം തന്നെ എനിക്ക് പോകണം, വളരെ ഇരുട്ടായി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പുറത്തേക്ക് ചാടാൻ നിൽക്കുമ്പോൾ പിടിച്ചു വലിച്ച് വിശാൽ ആ കട്ടിലേക്ക് അവളെ തട്ടിയിടുകയും അതുപോലെ തന്നെ വിശാൽ പുറത്തേക്ക് കടന്നതിന് ശേഷം വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. യമുന ആ വാതിൽ കൊട്ടിയിട്ട്, തുറക്ക് വിശാല്, പ്ലീസ് വിശാല് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അതേ സമയത്ത് ജനൽ അവിടെ തുറന്നിട്ട് ജനലിലൂടെ നോക്കുന്നുണ്ട്. വിശാലെ പ്ലീസ് എന്നോട് നീ ഇത്തിരി ദയവ് കാണിക്കും, നീ എന്നെ പറഞ്ഞു വിട്, എന്നെ നീ തുറന്നു വിട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഒരിക്കലും ഇല്ലടി, നീ അവിടെ കിടക്കടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവൻ്റെ മറ്റൊരു മുഖം കണ്ട് യമുന പേടിച്ച് അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും ഇവിടെയാണെങ്കിൽ ശാരദയും അതുപോലെ തന്നെ അമ്മൂമ്മയും ഇളയ കുട്ടിയും കൂടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാവേരിയും ഗംഗയും കൂടി അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്തായി മക്കളെ, യമുനയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, യമുന ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയുമ്പോൾ ശാരദ വാ വിട്ട് നെഞ്ഞത്തടിച്ച് തലയിൽ കൈയും വെച്ച് ഇങ്ങനെ കരയുകയാണ് ചെയ്യുന്നത്, എൻ്റെ മോൾ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത്
അമ്മൂമ്മൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ അവിടേക്ക് നമ്മുടെ വിനീത് വരികയാണ്. വിനീത് ചോദിക്കുന്നു എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ യമുനയെ കാണാനില്ല, യമുന കോളേജ് വിട്ട് വന്നില്ല വിനീതേട്ട എന്നിങ്ങനെ ഗംഗ പറയുന്നുണ്ട്. എവിടെ പോയതാവാനാണ് സാധ്യത, കോളേജിൽ അന്വേഷിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കോളേജിൽ അന്വേഷിച്ച് അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, അവളുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ടും പോയി അവളെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശാരദ വീണ്ടും പൊട്ടിക്കരയുകയാണ്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുന്നിൽ വെച്ച് ഇതിപ്പോൾ പറയണമായിരുന്നു എന്ന് ഗംഗയെ ചീത്ത പറയുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഇപ്പം മറച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം, എന്തായാലും എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം വിശാലിനെ കാണാനില്ല, എന്താ കാര്യം, കാവേരിയും ഗംഗയും കൂടിയിട്ട് ഇവനോട് വിനീതിനോട് പറയുകയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട് അവൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കി എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് കാവേരി ഫോൺ നമ്പർ എടുത്ത് വിളിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ എല്ലാവരും എന്താ ഈ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് എന്തായാലും ഉടനെ തന്നെ കണ്ടെത്തണം, നീ വായു എന്ന് പറഞ്ഞിട്ട് വിനീത് കാവേരിയെയും അതുപോലെ ഗംഗയെയും കൊണ്ട് പോവുകയാണ്. നേരെ പോകുന്നത് ജയബാലൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം ജയബാലനാണെങ്കിൽ വീടിൻ്റെ അകത്ത് ഇവളെങ്ങനെ പ്രവീണെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം എന്താ നീ എന്ത് പറഞ്ഞടി, അവൻ വിശാൽ ഇന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല, ബാംഗ്ലൂർ പോയതല്ലേ, ഇന്ന് വരില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിയായില്ലേ, ഈ സമയത്ത് ഇനി വണ്ടി ഓടിച്ചിട്ട് വരണ്ട, നാളെ വന്നാൽ മതി എന്ന് അവനോട് പറഞ്ഞേക്ക് എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയം തന്നെ കോളിംഗ് ബെൽ അടിക്കണേ കേൾക്കുമ്പോൾ ആരാണെന്ന് നോക്കിയ പ്രവീണ എന്ന് പറയുന്നുണ്ട് ജയപാലൻ. അങ്ങനെ പ്രവീണ വാതിൽ തുറക്കുമ്പോഴും പ്രവീണ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഒന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അകത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് കാവേരി പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എവിടേക്ക് വന്നത്, നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രവീണ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരോടൊന്നും സംസാരിക്കാൻ കാവേരി, നീ ആ ഇട്ടിച്ചുകാരകത്തേക്ക് കയറി, നമുക്ക് സമയം കളയാനില്ല എന്ന് ഗംഗ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ തട്ടി മാറ്റിയിട്ട് അവർ 3 പേരകത്തേക്ക് അടക്കുകയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട് ആൻറ്റി ഇത്തിരി സ്വല്പം മാറിയെന്ന് ഞാനൊന്നും അങ്ങോട്ട് കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിഹസത്തോടു കൂടി അവനകത്തേക്ക് കടക്കുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ ഈ സമയത്ത് എന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ മകനെ കാണാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുടെ മകൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വിശാലിനെ കാണാൻ വന്നതാണെന്ന് കാവേരി പറയുകയാണ്. വിശാലിനെ എന്തിനാണ് നിങ്ങൾ ഈ രാത്രി കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ അനിയത്തിയെ യമുനയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അതിന് യമുനയെ കാണാനില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അങ്ങനെ ആ സമയം ജയപാലൻ നീയാണല്ലേ ഇവരുടെ കൂടെ എന്ന് പറഞ്ഞ് വിനീതിൻ്റെ കോളറിനെ പിടിക്കുകയാണ്. അപ്പോൾ വിനീതും തിരിച്ച് അതെ മെനക്കെടാൻ നിർത്തണ്ട, ഞാനും പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞ് വിനീതും ജയപാലിൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവരെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇവള് പ്രവീണ. എന്നിട്ട് പ്രവീണ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലെ വിശാൽ ഇവിടെ ഇല്ല, വിശാൽ ബാംഗ്ലൂർ പോയിരിക്കുകയാണ് അവളുടെ ചേച്ചിയുടെ അരികിലേക്ക് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സത്യമാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഗംഗ ചോദിക്കുമ്പോൾ അതേ മോളെ ഇവിടെ ഇല്ല, നീ നിന്റെ ഭർത്താവിനെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയി എന്ന് പ്രവീണ പറയുമ്പോൾ അങ്ങനെ നമുക്ക് സമയം കളയാനില്ല പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഗംഗയും അതുപോലെ തന്നെ ഈ പറയുന്ന 3 പേർ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ പടി ഇറങ്ങാൻ നിൽക്കുന്ന സമയം ജയപാലൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അതെ നിന്റെ അനിയത്തിയെ കാണാനില്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലോ ഹോട്ടൽ മുറിയിലോ എവിടെയെങ്കിലും ചെന്ന് നോക്കടി, ഇവിടെ അല്ലടി വരേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് വളരെ മോശത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കാവേരി ഓടിച്ചെന്ന് ആ അകത്തേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രവീണ വാതിൽ അടയ്ക്കുകയാണ്. അപ്പോൾ വാതിൽ 2 തല്ല് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാവേരി. അപ്പോൾ ഗംഗ പറയാണ് നമുക്ക് സമയം കളയാനില്ല, ഇനി ഇവിടെ നിന്ന് സമയം കളയേണ്ട വായു എന്നും പറഞ്ഞ് അവിടെ നിന്നും അവരെ വിളിച്ചു കൊണ്ടുവന്ന് പോകുകയും ചെയ്യുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.